2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ UDF നേടിയ 102 സീറ്റുകൾ എന്ന മാന്ത്രിക സംഖ്യ കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ യുഗപ്പിറവിയായി വിശേഷിക്കപ്പെട്ടു. എന്നാൽ ഭരണ തുടർച്ചയ്ക്കപ്പുറം കോൺഗ്രസിനുള്ളിൽ പുകയുന്ന മുഖ്യമന്ത്രി തർക്കം കേരളത്തെ മുൾമുനയിൽ നിർത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. VD സതീശൻ എന്ന ജനകീയ നേതാവും രമേശ് ചെന്നിത്തല എന്ന അനുഭവ സമ്പന്നനും KC വേണുഗോപാൽ എന്ന ഹൈക്കമാൻഡ് കരുത്തനും തമ്മിലുള്ള ത്രികോണ പോരാട്ടം വെറുമൊരു അധികാര വടംവലിയല്ല, മറിച്ച് കോൺഗ്രസിന്റെ ഭാവി നിർണ്ണയിക്കുന്ന വലിയൊരു രാഷ്ട്രീയ നാടകമാണ്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതിനു മുൻപ് ഒരിക്കലും ഒരു മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് ഇത്രത്തോളം സങ്കീർണമായിട്ടില്ല. 2021 പാർട്ടിയെ നയിക്കാൻ ആരുമില്ലാതിരുന്ന കാലത്ത് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ വേലിക്കെട്ടുകൾ തകർത്ത് പ്രതിപക്ഷ നേതാവായ വ്യക്തിയാണ് VD സതീശൻ. അന്ന് മുതൽ 2026 വരെ അദ്ദേഹം നടത്തിയ ഓരോ നീക്കവും മുഖ്യമന്ത്രി എന്ന ലക്ഷ്യത്തിലേക്കുള്ളതായിരുന്നു. എന്നാൽ ലക്ഷ്യം തൊട്ടടുത്തെത്തി നിൽക്കുമ്പോൾ സ്വന്തം പാർട്ടിക്കുള്ളിലെ കരുത്തൻ തന്നെ അദ്ദേഹത്തിന് മുന്നിൽ വൻമതിൽ തീർക്കുന്നതാണ് കാണുന്നത്. AICC നിരീക്ഷകർക്ക് മുന്നിൽ VD സതീശൻ നിരത്തിയ കണക്കുകൾ അക്കം വിട്ട് നിരത്താവുന്നതാണ്. 2021 കോൺഗ്രസ് കേവലം 21 സീറ്റുകളിലും UDF 41 സീറ്റുകളിലും ഒതുങ്ങിയപ്പോൾ തളർന്നുപോയ അണികളെ വീണ്ടും സമരവീര്യത്തിലേക്ക് നയിച്ചത് തന്റെ നേതൃത്വമാണെന്ന് സതീശൻ വാദിക്കുന്നു. 2026 UDF നേടിയ 102 സീറ്റുകൾ തന്റെ മാത്രം കഠിനാധ്വാനത്തിന്റെയും കൃത്യമായ പ്ലാനിങ്ങിന്റെ ഫലമാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. തിരഞ്ഞെടുപ്പിന് മുൻപ് അദ്ദേഹം നടത്തിയ 100 സീറ്റുകൾ നേടും അല്ലെങ്കിൽ രാഷ്ട്രീയം വിടുമെന്ന പ്രഖ്യാപനം വെറുമൊരു വീരവാദമായിരുന്നില്ല. അത് താഴെത്തട്ടിൽ അദ്ദേഹം നടത്തിയ സംഘടനാ പ്രവർത്തനങ്ങളുടെ ആത്മവിശ്വാസമായിരുന്നു. ഇത്തരമൊരു റിസ്ക് ഏറ്റെടുത്ത മറ്റേത് നേതാവാണ് കോൺഗ്രസിലുള്ളതെന്ന ചോദ്യം അദ്ദേഹം ഹൈക്കമാൻഡിന് മുന്നിൽ ഉയർത്തുന്നു.